സലാമുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെല്ലാവർക്കും സലാമുണ്ട്. മഴക്കാലമാണ്. മഴ വന്നു പറഞ്ഞാൽ എല്ലാവർക്കും നാട്ടിൽ മുഴുവൻ പനിയാണ്, വെള്ളക്കെട്ടാണ്. അതിൻ്റെ ഒരു അസ്കീതയൊക്കെ നമുക്കുണ്ട്. സ്വരമൊന്നും അത്ര കണ്ട് ക്ലിയർ അല്ല. എന്നാലും പ്രിയപ്പെട്ടവർ രണ്ട് വർത്തമാനം പറഞ്ഞെങ്കിൽ ശരിയാവില്ല. അത് കാരണം വന്നതാണ്. ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഭരിക്കാമെന്നാണ് വിചാരിച്ചത് കേരളത്തിൽ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഒരു വിടലങ്ങോട് വിട്ടിട്ട് ഊർന്നും പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മരുമോനും പോയി, കുടുംബം കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം മൊത്തം പോയി. എന്നിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാൻ നേരത്തെ ഇപ്പോൾ ഇരിക്കാൻ പറ്റില്ല. കാരണം ഖജനാവിൽ 5 കാശില്ല, ശമ്പളം കൊടുക്കാൻ കാശില്ല. ആളുകൾക്ക് ഇങ്ങനെ പിടിപിടിന്ന് തുരുതുരാന്ന് പറയല്ലേ. ആ കാശ് എവിടെ, ഈ കാശ് എവിടെ, പെൻഷൻ എവിടെ, ശമ്പളം എവിടെ എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ തന്നെ കാലളി കിടക്കാണ്. മനുഷ്യന്മാരെ അല്ലെങ്കിൽ നേരത്തെ തന്നെ കണ്ടുകൂടില്ല. അപ്പം ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നമായി. അപ്പോൾ പറഞ്ഞ് ബാലഗോപാൽ ഇതെന്താണെന്ന് വെച്ചാൽ ബാലഗോപാൽ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകണ്ടാട്ടെ. നമ്മുടെ എന്താണ് ധനപിടിയൻ, മുതൽ പിടിയൻ മന്ത്രി, നമ്മുടെ എന്താണ് സംസ്ഥാനത്തിൻ്റെ കാശീർ എന്നൊക്കെ പറയാവുന്നൊരു മന്ത്രി ഉണ്ടല്ലോ, ധനകാര്യമന്ത്രി. ഈ മന്ത്രിയോടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എവിടെന്നെങ്കിലും കാശ് ഉണ്ടാക്കി കേന്ദ്രത്തിൽ പോയി അവരുടെ കയ്യോ കാലൊക്കെ പിടിച്ച് കാശ് ഉണ്ടാക്കിക്കൊണ്ടെന്ന് ക്ഷേമ പെൻഷന് ശമ്പളം എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. എനിക്കിത് വല്ലാത്ത അലാക്കായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഇവിടെ പുതിയൊരു പ്രശ്നം ഉണ്ടായി വന്നേക്കണേ. എല്ലാവർക്കും അറിയാമല്ലോ, മദ്യനയം. ഈ മദ്യനയത്തിൻ്റെ പേരിൽ ബാർ ഉടമകളുടെ അടുത്ത് നിന്നൊക്കെ 2 ലക്ഷം അല്ല, 2,50,000 രൂപ വെച്ച് 2.5 ലക്ഷം രൂപ വെച്ച് പിരിച്ച് ബാർ ഉടമകളൊക്കെ പിരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കണം ഒരു വോയിസ് മെസ്സേജ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേട്ട്. അത് ഒരു ബാർ ഉടമയുടെ, ഇടുക്കിയിലെ ഒരു ബാർ ഉടമയുടെ, അത് ബാർ അസോസിയേഷൻ, ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് ആണ് ഇടുക്കി ജില്ലയുടെ അനുമോൻ. ആ പുള്ളിക്കാരനാണ് പറഞ്ഞത് 2.5 ലക്ഷം രൂപ വെച്ച് നമ്മൾ സർക്കാരിന് കൊടുക്കണം. സർക്കാരിൻ്റെ പുതിയ മദ്യനയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ആനുകൂല്യങ്ങളൊക്കെ മദ്യനയം പ്രഖ്യാപിക്കും, ഉണ്ടാവും. അതിൽ നിന്ന് ഡ്രൈ ഡേ ഒഴിവാക്കും, പിന്നെ രാത്രി 12 മണി വരെ ഇഷ്ടം പോലെ കള്ള് വിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗുണകരമായിട്ട് വരും. അപ്പം നമുക്ക് ഇങ്ങോട്ട് മേടിച്ചാൽ മാത്രം പോരല്ല, അങ്ങോട്ട് കൊടുക്കണ്ടേ. അങ്ങോട്ട് കൊടുക്കാൻ 2.5 ലക്ഷം വെച്ച് എല്ലാവരും പിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് വന്നത്. ഇത് കേട്ട വഴി ആകെ പുകിലായി. അതായത് കെ എം മാണീനെ, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കെ എം മാണീനെ കോയ മേടിച്ചെന്നും പറഞ്ഞ് തല്ലി ഓടിച്ച് പുറത്താക്കിയ ആളുകളാണല്ലോ ഇവർ. പോച്ച് പുറത്ത് ചാടിച്ചില്ല. രാജിവെക്കാൻ പറ്റില്ല എന്ന് കെ എം മാണിയും, പറ്റിയില്ലെങ്കിൽ ഇവിടെ നിയമസഭയിൽ കയറാൻ പറ്റില്ല എന്ന് പ്രതിപക്ഷവും. അങ്ങനെ ആകെ പുകിൽ വേണ്ട കുട്ടീശ്വരായി. അവസാനം എന്തിനും പറയണ്, കെ എം മാണി തലയ്ക്ക് വെളിവില്ലാണ്ട് രാജിവെച്ച് കുട്ടീശ്വരം ഒഴിഞ്ഞു പോയി. അത് തന്നെയായിരുന്നു ഇവർ. ഇപ്പോൾ എന്താണ് കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞാൽ കൊടുത്ത എവിടെയും കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരിച്ചടിച്ചേക്കാണ് ബാർക്കോയ. എക്സൈസ് മന്ത്രി എന്താണ് രാജേഷ് പറഞ്ഞേക്കണം, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, എനിക്കറിയാൻ പാടില്ല. ഇവിടെ മദ്യനയ രൂപീകരണം ചർച്ച പോലും ഉണ്ടായിട്ടില്ല. അതിനിടയ്ക്ക് കാശ് മേടിച്ചെന്ന് പറഞ്ഞ് വെറുതെ പ്രതിപക്ഷത്തിൻ്റെ ഓരോ കളികളാണ് ഇതൊക്കെ. ഞങ്ങൾ ഇവിടെ ഒരു ചർച്ച പോലും നടത്തുന്നുമ്പോൾ കാശ് മേടിച്ചെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കണേ? ഞങ്ങൾ സമ്മതിക്കില്ലേ. നിങ്ങൾക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോലെ തെളിയിക്കി എന്ന് പറഞ്ഞു. തെളിയിക്കെന്ന് പറഞ്ഞപ്പോഴാണ് ഓരോരോ ഇങ്ങനെ ശബ്ദ സന്ദേശവും വാട്സപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് പറഞ്ഞത്. ഇത് കേട്ടാകെ തലയ്ക്ക് പ്രാന്തായി ഹാലളി കഴിഞ്ഞ് എന്ത് ചെയ്ത്, എക്സൈസ് മന്ത്രി നാട് വിട്ട് ഇവിടുന്ന് തലയും കൊണ്ട് പോയി. ആൾ പാലക്കാട്ടുകാരനാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക ആൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് പല മലമ്പുഴയ്ക്കോ എന്താണ് അല്ലെങ്കിൽ ഊട്ടിയിലൊക്കെ പോയെന്ന് വിചാരിച്ചു. അല്ല, ആൾ പോയേക്കണത് ഞങ്ങളുടെ ഓസ്ട്രിയ, ഫ്രാൻസ്, ബെൽജിയം, വിയന്ന മുതലായിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയേക്കുന്നത്. ഒരു ചെറിയ ട്രിപ്പ് കുടുംബമുണ്ട്. ഇങ്ങനെ മദ്യനയത്തിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞ് തലയ്ക്ക് വെളിവില്ലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർക്ക് സ്വസ്ഥമായിട്ട് ഭരിക്കാൻ പറ്റും. ആൾ വിട്ട് വിമാനം കയറി പോയി കുടുംബസമേതം. ഇപ്പോഴാണ് അതിൻ്റെ ഹിക്മത്തൊക്കെ അറിയണത്. അതായത് ഒരു യോഗവർണ്ണം ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മദ്യനയ രൂപീകരണം യോഗ ആയിരുന്നില്ല. പിന്നെ എന്തുട്ടാ, അത് ഈ ടൂറിസം വകുപ്പിൻ്റെ ഒരു യോഗമാണ് ചേർന്നത്. നമ്മുടെ ടൂറിസം ചെയർമാനായിട്ടുള്ള ശിഖാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ടൂറിസം സെക്രട്ടറി, ചീഫ് സെക്രട്ടറിയുടെ അനുവാദത്തോടു കൂടിയാണ് യോഗം ചേർന്നത്. യോഗം ചേരുമ്പോൾ എന്തെങ്കിലും ഒരു അജണ്ട എഴുതണമല്ലോ അതിൽ. അതായത് ഒരു യോഗം വിളിക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദ ഉണ്ടല്ലോ, അതിൻ്റെ അജണ്ട എഴുതണം. ഈ അജണ്ട എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിങ്ങനെ മദ്യ വിൽപ്പനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എന്താണ് ഒരു ഡ്രൈ ഡേയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരു അജണ്ട വെറുതെ ഒരു വാക്ക് വെറുതെ എഴുതി വെച്ച് അതിനാണ് കുമാരി പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഇപ്പോൾ പറയണേ. വേറെ എന്തെല്ലാം കാര്യങ്ങളായാലും എഴുതി വെക്കാൻ ടൂറിസത്തിൽ. അപ്പോൾ എഴുതി വെച്ചത് ഈ അജണ്ടയിൽ ഈ കാര്യമാണ് എഴുതി വെച്ചത്. അപ്പോൾ അത് ഞങ്ങളുടെ നയരൂപീകരണമൊന്നും അവിടെ നടന്നിട്ടില്ല, അത് വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് പുറത്തു വന്ന്. ടൂറിസം ചെയർമാൻ്റെ ഇതിലുള്ള സംഭവമാണ്. ചെയർമാൻ അറിഞ്ഞ് ഈ യോഗം വിളിച്ച് ചീഫ് സെക്രട്ടറിയുടെ അനുവാദത്തോടു കൂടിയും ചെയർമാൻ വിളിച്ചേക്കണം, അല്ലാണ്ട് വിളിക്കാൻ പറ്റില്ല. ഇതൊക്കെ അറിഞ്ഞ് വന്നപ്പോൾ പിന്നെ അന്വേഷിച്ച് പിടിച്ച് ചെന്നപ്പോൾ എന്താ അവിടെ വേറെ പുകയിലാണ് നടന്നേക്കുന്നത്. അതായത് പിണറായി വിജയൻ്റെ ഈ ഒന്നാം എന്താണ് മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിട്ടിരുന്ന ഈ എം വി ഗോവിന്ദൻ മാഷായിരുന്നു. എം വി ഗോവിന്ദൻ മാഷിൻ്റെ എക്സൈസ് ചുമതല അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ ആളെ സംസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് സ്ഥാനക്കയറ്റം കൊടുത്തു CPM-ൻ്റെ. അപ്പോൾ ഈ എക്സൈസ് വകുപ്പ് അവിടെ ഒഴിഞ്ഞ്. പുള്ളി അഗ്രഗണ്യനായിട്ടുള്ള ഒരാളായിരുന്നു. ആൾ നല്ല എന്താ കളക്ടറായിരുന്നു. പക്ഷെ ആളെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി.
പിന്നെ ഗോവിന്ദ മാഷിന്റെ ബലം കൈ ഇടം കൈ ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, ഒരു VPP മുസ്തഫ എന്ന് പറഞ്ഞ ഒരാള്, അഗ്രഗണ്യനായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ ആ പുള്ളീനെ അവിടെ നിന്ന് അങ്ങോട്ട് ചുമതലയിൽ നിന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ എക്സൈസ് വകുപ്പിൽ ആർക്ക് വേണമെങ്കിലും എന്താണ് വഴിയരികിലിരിക്കുന്ന ഭണ്ഡാരം പോലെ കൈയിട്ട് പാരാ എന്ന് വിചാരിച്ചിട്ട് അവരെ അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ ഈ എക്സൈസ് വകുപ്പ് ഏൽപ്പിച്ചു കൊടുത്തത് ആർക്കാ? ഈ MP രാജേഷിനാണ്. രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പുള്ളിക്ക് വല്ല DYFIയുടെ ഉദ്ഘാടനമോ SFIയുടെ ഉദ്ഘാടനമോ വല്ലയിടത്തും പോയി പ്രസംഗിക്കൽ, ഇതൊക്കെയാണ് പുള്ളിക്ക് താല്പര്യം. സ്റ്റേറ്റ് കാറിൽ നടക്കാം, മന്ത്രിമന്ദിരത്തിൽ താമസിക്കാം, മതി മന്ത്രി എന്നുള്ളൊരു പേരും. ഭരിക്കണത് ആരാ? മരുമോനാണ് ഭരിക്കണത്. ആരുടെ മരുമോൻ? നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമോൻ മുഹമ്മദ് റിയാസ്. ഇപ്പൊ തന്നെ ഏതൊക്കെ വകുപ്പ് ആളുടെ കയ്യിലുണ്ട്? ടൂറിസം വകുപ്പ് കയ്യിലിരിക്കുന്നുണ്ട്, പൊതുമരാമത്ത് വകുപ്പ് ആളുടെ കയ്യിലുണ്ട്. കൂടാത്ത ആള് വേറെ എന്തെല്ലാം വകുപ്പ് കയ്യിൽ വെച്ചിട്ടുണ്ടെന്നറിയാമോ? സാംസ്കാരിക വകുപ്പ് ആളുടെ നേരിട്ട് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. പിന്നെ പട്ടികജാതി പട്ടിക വികസനം അതൊക്കെ പുള്ളിയുടെ അണ്ടറിലാണ് ഇതൊക്കെ. അതിനൊക്കെ ഓരോരോ മന്ത്രിമാരൊക്കെ പേരുണ്ട്, പക്ഷെ ആൾ ഇതൊന്നും വിട്ടുകൊടുക്കൂല. അപ്പോഴാണ് കേൾക്കണത് എന്താ സംഭവം ഇത്. കാരണം മുഖ്യമന്ത്രിക്ക് ഭരിച്ചു മതിയായി, എങ്ങനെയെങ്കിലും പോണേ. ഇപ്പോൾ ആരോഗ്യമൊന്നുമില്ല, വേറെ 100 കൂട്ടം പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, രോഗമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകൾ കാണുമ്പോൾ ആളുടെ മുഖത്ത് നോക്കൂല, ആളുകൾ കാണുമ്പോൾ തന്നെ ആൾക്ക് കൈയിളകും. എന്തിനു ജനം എന്നെ കാണാൻ നിൽക്കണം, എനിക്ക് ജനത്തിനെ കണ്ട കടക്ക് പുറത്ത് എന്നാണ് പറയണത് എല്ലാവരെയും കാണുമ്പോ. അപ്പൊ മുഖ്യമന്ത്രിക്ക് ആളുകളെ കാണുന്നൊക്കെ ദേഷ്യമാണ്. അപ്പൊ ഈ മകൻ, അതായത് മരുമോൻ, മകനല്ല, ഈ മരുമോനെ അപ്രന്റീസ്ഷിപ്പിൽ എടുത്തേക്കാണെന്ന് പറയണേ. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ചുമതലയും അങ്ങോട്ട് കൊടുക്കും, എല്ലാ മന്ത്രിമാരുടെയും ചുമതല കൊടുത്ത് അവിടെയും കയറി കൈയിട്ട് ഭരിക്കും, ഇവിടെയും കയറി കൈയിട്ട് ഭരിക്കും. അങ്ങനെ എല്ലാ വകുപ്പും ഇപ്പൊ കൈയിട്ട് ഭരിക്കണ ആള് ഈ പുള്ളിക്കാരനാണെന്ന് പറയണ ആര്? ഈ മുഹമ്മദ് റിയാസ്. ആ മുഹമ്മദ് റിയാസ് അറിഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസിന്റെ താല്പര്യപ്രകാരമാണ് ഈ ടൂറിസം വകുപ്പ് സെക്രട്ടറിയും ഈ KTDCയുടെ ചെയർമാനും ഒക്കെ കൂടി ഇങ്ങനെ ഒരു യോഗം വിളിച്ചത്. പാവൻ രാജേഷ് അറിഞ്ഞിട്ടില്ലേത്. രാജേഷ് അറിയാത്ത കാര്യം രാജേഷിന് പറയാൻ പറ്റുമോ? ഇപ്പൊ കേൾക്കണ ഈ 2.5 ലക്ഷം രൂപ വെച്ച് ഈ മദ്യ മുതലാളിമാരൊക്കെ കൊടുക്കാന്ന് പറഞ്ഞത് സർക്കാരിനല്ല, അവർക്ക് കെട്ടിടം പണിയാനാണെന്ന്. എന്തൊരു ഇടങ്ങേറ് വർത്താനം നിങ്ങൾ ഈ പറഞ്ഞ. സർക്കാർ ഇത് അറിയാത്ത കാര്യമാണ്. സർക്കാരിന് കാശ് മേടിക്കാൻ വേണ്ടിയിട്ടില്ല അവർ ചെയ്തത്. പിന്നെ ഡ്രൈഡേയുടെ കാര്യമൊക്കെ അങ്ങനെ അജണ്ടയിൽ എഴുതി വെച്ചത് എന്തെങ്കിലും ഒന്ന് എഴുതണ്ടേ? അത് കാരണം എഴുതി വെച്ചാണ്. ഇപ്പൊ ഡ്രൈഡേയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടൂറിസം വകുപ്പിന് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്. കാരണം ഈ കേരളത്തിലേക്ക് ടൂർ പറഞ്ഞ ആളുകൾക്ക് അവിടെ ഫോറിനിലൊന്നും മദ്യം കിട്ടൂലില്ല, അവിടെയൊന്നും കള്ളു കുടിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത കാരണം എല്ലാവരും കേരളത്തിലേക്ക് വരാണ്. ഇവിടുത്തെ ഇന്ത്യൻ വിദേശ നിർമ്മിത എന്താണ് മദ്യം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇങ്ങോട്ട് പറയുന്നത്. അത് ബാട്ടീസ് അടിക്കാൻ കേരളത്തിൽ വരുന്നതൊക്കെ ബാട്ടീസ് അടിച്ച് മറിഞ്ഞ് വീണ് കിടക്കാൻ വേണ്ടിയിട്ട്, ബോധം കെട്ടി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ അവർ കോവളത്തേക്കും ഈ കന്യാകുമാരിയിലേക്കും ഒക്കെ വരണേന്നാണ് പറയണത്. അപ്പൊ അവർക്ക് മദ്യം കൊടുത്തില്ലെങ്കിൽ അവർ ഇവിടുന്ന് പടങ്ങിപ്പോകും, പെട്ടിയും കിടക്കൊക്കെ എടുത്ത് അവർ പോകുമെന്ന് പറയണം. അപ്പൊ അതിന്റെ പേരിൽ ഡ്രൈഡേ, 1-ാം തീയതി ഡ്രൈഡേ എന്ന് പറഞ്ഞാൽ 1-ാം തീയതി അവർക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ ഇടങ്ങാറാവും. വരുന്ന ആളുകളൊക്കെ ഈ വിദേശികളെല്ലാവരും 1-ാം തീയതി തന്നെയാണല്ലോ വരുന്നത്, അല്ലേ? അപ്പൊ അവർക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ അവർ തിരിച്ചു പോകും. അതുകൊണ്ട് വെറുതെ അങ്ങനെ ഒരു യോഗം ചേർന്ന് പാടെ വെറുതെ ഒരു അജണ്ടയ്ക്ക് ഒന്ന് എഴുതി വെറുതെ എഴുതി വെച്ചാണ്. അതിന് ഈ പുകലൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടാ? ടൂറിസ്റ്റുകൾ വന്നാലേ കായ് കിട്ടുള്ളൂ. അപ്പൊ ഈ കായ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡ്രൈഡേ ഒഴിവാക്കണം. ഡ്രൈഡേ ഒഴിവാക്കിയില്ലെങ്കിൽ ഇവര് വരൂല്ല. ഇവര് വന്ന് ഒരു പെട്ടിയും കിടക്കൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഗോവയ്ക്ക് പോകും, ഇവിടെ കിട്ടാനുള്ള കാശ് അവിടെ കിട്ടും. അപ്പൊ അതിന്റെ പേരിൽ പിന്നെ രാത്രി 12 മണിയൊക്കെ മദ്യം വിറ്റ് കഴിഞ്ഞാൽ കാശല്ലേ കിട്ടണം. അപ്പൊ ഖജനാവിലാണെങ്കിൽ പൂച്ച പറ്റി എടുക്കാനുള്ള 5-ന്റെ കാശ് കയ്യിലെടുക്കാനില്ല. ധനമന്ത്രി ബാലഭവൻ ഒരു 5+ കഴിഞ്ഞെന്ന് പറഞ്ഞ കാശില്ലാണ്ട് ഈ ടെൻഷനാണ് അടിച്ച് ആൾക്ക് തരക്കി വെളിവില്ലാണ്ടായി. എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? പെൻഷൻ കൊടുക്കണം, ശമ്പളം കൊടുക്കണം. KSRTCയിൽ ശമ്പളം മുടങ്ങിയേക്കണ്, ഇപ്പൊ KSEBയിൽ മുടങ്ങാൻ പോണ്. ഈ മാസത്തെ ശമ്പളം എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ആള് നെട്ടോട്ടവും പട്ടോട്ടോടാണ്. മുഖ്യമന്ത്രി ടൂർ അടിച്ച് കിടന്നിട്ട് വന്നിട്ട് പിന്നെ എല്ലാം ഈ ധനമന്ത്രിയുടെ തലയിൽ ഏൽപ്പിച്ചു കൊടുത്തേക്കാണ്. എവിടെന്നെങ്കിലും കണ്ടെത്തി കൊടുക്കാൻ പറയുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഈ കാശ് കിട്ടാനില്ല. ഇപ്പൊ ഒരു ചെറിയ അനുവദിക്കലേക്ക് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വേറെ ഇടങ്ങേറും മുകളിലൊക്കെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ല, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ മദ്യനയത്തെക്കുറിച്ച് രാജേഷിനൊന്നും അറിയാൻ പാടില്ല. രാജേഷിന് അറിയാത്തതിന്റെ പേരിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കാൻ പാടില്ല. സർക്കാരിന്റെ മദ്യനയം രൂപീകരിക്കുന്നതിന് മുമ്പ് 2.5 ലക്ഷം രൂപ വെച്ചിട്ട് ഈ 100 അല്ലെങ്കിൽ 1000 മദ്യം ആളുകളുടെ അടുത്ത് നിന്ന് കാശ് മേടിച്ചെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അന്ന് KM മാണിയുടെ അടുത്തുണ്ടായത് എന്താണ് 25 കോടി രൂപയുടെ ഇടപാടെന്നുണ്ടെങ്കിൽ ഇത് ഏതാണ്ട് 100 കോടി 250 കോടിയുടെ ഇടപാട് വരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇവര് രാജിവെക്കണം. ഈ എന്താണ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ രാജേഷും മുഹമ്മദ് റിയാസും ഒക്കെ രാജിവെക്കണം. ഇവന്മാരാണ് ഇതിന്റെ കടയിൽ ഈ കണ്ട ഹിക്കുമത്തൊക്കെ ഉണ്ടാക്കിയേക്കണേന്ന് പറയണേ. അപ്പൊ ഇത് കേട്ട് തലയ്ക്ക് വെളിവിലുണ്ടായി കഴിഞ്ഞ് രാജേഷ് ഇവിടുന്ന് പോയി, തലയും വലിച്ചു പോയി, ടൂർ പോയി. മറ്റേ കക്ഷി ടൂർ പോയിട്ട് വന്നേക്കാളില്ല, ടൂറൊക്കെ അടിച്ച് വന്നിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതാണ് ഇവിടുത്തെ ഒരു വിഷയം. അപ്പം ഈ വിഷയത്തിൽ നിന്ന് തടി തപ്പാൻ വേണ്ടി ഇപ്പം എന്ത് പറ്റി? ഈ നൂഹ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ ഈ എക്സൈസ് വകുപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളി ജില്ലാ കളക്ടറൊക്കെ, പത്തനംതിട്ട ജില്ലാ കളക്ടറൊക്കെ ആയിരുന്നു. മിടുമിടുക്കനായിരുന്നു. അപ്പോൾ ആളോട് അവധി പോകാൻ പറഞ്ഞേക്കാണ്. ഇതിൻ്റെ വേറെ വിശദീകരണം ഒന്നും ചോദിക്കേണ്ട, ആളുകൾ അവധി എടുക്കാൻ പറഞ്ഞ അവധി എടുത്ത് പോയേക്കാണ്.
രാജേഷ് ആണെങ്കിൽ ഇവിടുന്ന് സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് രാജേഷിന് വേറെ രാജ്യത്തേക്ക് വിട്ട് ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കണത് ആരെ? ഈ പുള്ളിക്കാരൻ. ഏത് പുള്ളിക്കാരൻ? നമ്മുടെ മരുമോൻ പുള്ളിക്കാരൻ. ഈ പുള്ളിക്കാരൻ ഇപ്പോൾ അപ്രന്റീസ്ഷിപ്പിലാണ്. അടുത്ത മുഖ്യമന്ത്രിയുടെ ചുമതലയിലേക്ക് വരാനുള്ള അപ്രന്റീസ്ഷിപ്പിലാണ് ആൾ ഭരിക്കുന്നത്. ഇനി വരുന്ന സമയത്ത് എന്തൊക്കെ ഇവിടെ നടക്കും? മദ്യനയത്തിൻ്റെ പുതിയ വിവരങ്ങൾ റിപ്പോർട്ട്, ഇനി ഏതൊക്കെ ഓഡിയോ ഒക്കെ പുറത്തു വരാനുണ്ട്, വീഡിയോ പുറത്തു വരാനുണ്ടെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഈ കെ എം മാണി മദ്യനയത്തിൽ കോയ മേടിച്ചെന്നും പറഞ്ഞ് പുകച്ച് പുറത്ത് അടിച്ച ആളുകളൊക്കെ എപ്പോൾ പുറത്തു പോകുന്നുള്ളത് കണ്ടറിയണം. കാത്തിരിക്കാം, നമുക്ക് കാത്തിരിക്കാം. അപ്പം അങ്ങനെ ആയിക്കോട്ടെ. സലാം.